പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇട്ടായിരുന്നു ക്യൂആന്റെ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ചെയ്യാന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കമന്റ് ഇട്ട്, പക്ഷെ ഇതുവരെ ചെയ്യാൻ സാധിച്ചില്ല. അതെ അതെ അതെ. അപ്പൊ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വായിക്കുകയാണ്. ഞങ്ങളുടെ വിവാഹം നടന്ന കാര്യങ്ങളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് പറയണമെന്നും പറഞ്ഞ. അപ്പൊ അത് തന്നെ ആദ്യം പറഞ്ഞേക്കുകയാണ്. ഞങ്ങളുടെ വിവാഹം നടന്നത് എന്ന് വെച്ചാൽ ആലോചിച്ച് ഉള്ള ഒരു വിവാഹമായിരുന്നു, സ്നേഹിച്ചൊന്നുമല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടാ ഞങ്ങള് സ്നേഹിക്കാൻ തുടങ്ങിയത്. സ്നേഹിച്ച് കെട്ടിയാലേ സ്നേഹമുള്ളൊന്നും ആലോചിച്ച് കെട്ടിയാലും സ്നേഹം തന്നെയാണ് അല്ലേ? അല്ലാതെ ഇത് ഒരു കാരണവശാലും ഞങ്ങള് സ്നേഹിച്ച് കെട്ടിയാലോ. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു സ്നേഹിച്ച് കെട്ടിയാൽ. എന്നോട് നേരിട്ട് വരെയും ചോദിച്ചായിരുന്നു. അതെ അതെ അതെ. കാരണം നമ്മളെ അമ്മയുടെ ചേച്ചിയുടെ മകള് താമസിക്കുന്നത് വീടിനടുത്താണ്. അപ്പൊ അങ്ങനെ എന്റെ അമ്മയോട് പറഞ്ഞു, ഇന്നപോലെ ഞങ്ങളുടെ അടുത്ത് ഒരു പെങ്കൊച്ചുണ്ട്, എങ്ങനെയാണ് ആലോചിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ അമ്മ ഇങ്ങനെ തിരക്കി നടക്കിയാണ് കല്യാണത്തിന് വേണ്ടി. ഓരോരുത്തരെ ഇങ്ങനെ അമ്മ എല്ലാവരോടും ചോദിക്കും, ഇന്നപോലെ ഒരു പെങ്കൊച്ച് വേണമെന്നുള്ള രീതിക്ക്. അങ്ങനെ എല്ലാ ഏജന്റന്മാരോടും ഇങ്ങനെ പറഞ്ഞു നടക്കി. അപ്പോഴാണ് അങ്ങനെ ശരണ്യയുടെ ഇത് വന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പോയല്ലൊരു ഇഷ്ടമുണ്ട്. അത് വേറെ കാര്യം. അതെ, എന്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു കെട്ടിച്ച് വിടുന്ന ആ ഒരു കൊച്ചല്ലേ. എന്നാലും കെട്ടിക്കണമെന്നുള്ള വീട്ടുകാർക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷെ എനിക്കന്ന് താല്പര്യമൊന്നും ഇല്ല. എനിക്കന്ന് അടിച്ചു പൊളിച്ച് കഴിയണമെന്നുള്ള കല്യാണം കഴിക്കണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, അത് നേരിട്ട് കാണുമ്പോ നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞു. നോക്കി എങ്ങനെയുണ്ട് ചെറുക്കൻ നല്ലതാണെങ്കിൽ കെട്ടാന്നുള്ള രീതിയിലാണ് ശരണ്യ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെന്ന് കണ്ടപ്പോ ചായ കൂടെ എന്നെ കൂടെ വരുന്നെന്ന് എന്നോട് അപ്പം ചോദിച്ചു. അതെ അതെ, ഞാൻ അപ്പം ചോദിച്ചു. രസം വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ പോണത് ഞാനും ആദിത്യനും കൂടി ഒന്നിച്ചാണ് പോയിരുന്നത്. ഇപ്പൊ ആദിത്യം കണ്ടാ വഴക്കിടും, പക്ഷെ അതല്ല, ഒന്നിച്ചാണ് പോയിരുന്നത്. അപ്പൊ ഇവർക്കൊരു ഡൗട്ട്, ഇതിലേതാണ് ചെറുക്കനെന്നാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ കണ്ട ഏകദേശം ഇപ്പൊ ആദിത്യം വലിയ ആളായി, പൊക്കം വെച്ച് നല്ല വലിയ ആളായി. അന്ന് സെയിം ആയിരുന്നു. അപ്പൊ അതെ, ഇപ്പൊ മീശൻ താടിയൊക്കെ വെച്ചപ്പോ വലിയ ആളായി. അന്ന് ഞങ്ങൾ രണ്ടും ഏകദേശം സെയിം പൊക്കമൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൗട്ട് സത്യത്തിൽ സംശയം ഉണ്ടായി. എനിക്ക് ചായം കൊണ്ട് ചെല്ലുമ്പോ ഇതിലേതാണ് ചെറുക്കനെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആദിത്യനും ഞാനും പറ്റ കസേരയിലിരിക്കും. എന്റെ അനിയത്തി പറഞ്ഞു, ആ അപ്പുറത്തിരിക്കുന്ന ആളാന്ന് തോന്നുന്നു ചെറുക്കനെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ഇവര് ചായ കൂടിയപ്പോ എന്നെയല്ല നോക്കിയത്. പറഞ്ഞു അങ്ങനെ ശരണ്യോട് ഞാൻ ചോദിച്ചു. ശരണ്യ ഇന്നപോലെ അവിടെ വെച്ച് തന്നെ, മറ്റുള്ളവരെ മാറ്റിക്കൊണ്ടല്ല, എല്ലാരും നിൽക്കുന്നത്, ഇന്നപോലെ ഇഷ്ടമാണെങ്കിൽ വാ പോരെന്ന് പറഞ്ഞു. ചായ കൊടുത്ത് അന്ന് തന്നെ ചോദിച്ചു, ഇഷ്ടമാണെങ്കിൽ വാ പോരെന്ന് പറഞ്ഞു. ആ ഒരു ഇത് കാണിച്ചു. പിന്നെ അതിലെ ഫോൺ തന്നു. ഫോൺ തന്നപ്പോ ഞാൻ വിളിയൊന്നും ഇല്ല, ഞാൻ വിളിക്കത്തേ ഇല്ല. ശനകം വിളിക്കാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു. ഞാനൊന്ന് ഫോണൊക്കെ കൊടുത്തേച്ചാണ് പോകുന്നത്. അന്നല്ല, അത് കഴിഞ്ഞ് ഫോണൊക്കെ കൊടുത്ത് എന്നിട്ട് ശരണ്യ വിളിക്കുകയൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വിളിക്കുകയൊന്നുമില്ല. നേരെ മറിച്ച് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ സെയിലിൽ പോയി കഴിഞ്ഞാൽ ഏത് നേരവും ഈ ഫോണിൽ ശരണ്യയുടെ വിളിയാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ സെയിലിന് ചെല്ലുമ്പോ കടക്കാരൻ ചോദിക്കുന്നത്, തയ്ക്കലുള്ള കടക്കാരൻ, ഇത് എപ്പോഴും ഇവിടെ വരുമ്പോ ഭാര്യ വിളിയാണ്. വിളിക്കുന്നേ ഇല്ല, വെറുതെ അവിടെ ചെല്ലുമ്പോ മാത്രം ഇപ്പൊ ഞാൻ വിളിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം
വായ്പാട് പുത്തൻകാവ് പുത്തങ്കാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണമൊക്കെ നടന്നത്. 2018 ജനുവരി 10-ാം തീയതി ആയിരുന്നു. അന്ന് ഞാൻ കണ്ടുപിടിച്ച അതെ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്ന് ഒന്നായതാണ്. പിന്നെ വേറെ മെയിൻ ഒരു കാര്യമുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഞാൻ വീട്ടിൽ പോയിട്ടില്ല, ഇടയ്ക്കേ പോകത്തുള്ളൂ. അതെ അതെ, ഇടയ്ക്ക് വല്ലപ്പോഴും എന്റെ വിഷയം വരുമ്പോ മാത്രമേ ഞാൻ വീട്ടിൽ പോകുള്ളൂ. പിന്നെ വീട്ടിൽ പോകത്തേ. പിന്നെ ഞങ്ങൾ അതൊന്നും പരാതിയുണ്ട്, ഞാൻ ചെല്ലുന്നില്ലെന്നും പറഞ്ഞു. അതെ അതെ, ഞങ്ങൾ തമ്മിൽ വേറൊരു അടുപ്പം കൂടിയുണ്ട്. ഇത് ഏതാണ്ട് ഞാൻ മലക്ക് കല്യാണം കഴിഞ്ഞ് 3 പ്രാവശ്യം മലക്ക് അന്ന് മാത്രമേ ഞങ്ങള് മാറി നിന്നിട്ടുള്ളൂ. അതെ അതെ, 3 ദിവസം ഈ 7 വർഷത്തിനുള്ളിൽ 3 ദിവസമേ ഞങ്ങൾ മാറി നിന്നിട്ടുള്ളൂ. അല്ലാതെ ഒറ്റ ദിവസവും ഞങ്ങൾ ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞ് എല്ലാവരും ചോദിക്കും, ശരണ്യനെ മാത്രം വീട്ടിലോട്ട് വിടിയല്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുകയല്ലേ. അങ്ങനെ പോയിട്ടില്ല, ശരണ്യ പോകത്തുമില്ല. അതാ ഇടത്തില്ല. ഞാൻ പോയ പിന്നെ പനി വെള്ളം പിടിച്ച പിന്നെ അത് മതി എന്ന് ശരണ്യക്ക് തോന്നല്. ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോ പനി വരും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒത്തിരി വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അങ്ങനെയാണ് കല്യാണത്തിന്റെ കാര്യങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, സ്വന്തം ചേട്ടനാണോ? അതെ, ഞങ്ങളുടെ സ്വന്തം ചേട്ടൻ തന്നെയാണ്. എൻ്റെ ചേട്ടനാണ്, സോജു എന്നാണ് പേര്. ചേട്ടന്റെ മക്കളാണ് ആദിത്യനും അർച്ചനയും. അപ്പൊ അവരാണ് ഞങ്ങളെ വീഡിയോയിലൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യണത്. ആദിത്യൻ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വിളിക്കണ കണ്ണാന്നാണ് വിളിക്കണ, അർച്ചനേനെ അച്ചുക്കുട്ടി എന്ന്. അതാണ് ഞങ്ങൾ. പിന്നെ ശരണ്യയുടെ എന്റെ വീട്ടിൽ ചേട്ടൻ, അനിയത്തി, ഞങ്ങൾ 3 പേരാ. ഇപ്പോഴെ ഏട്ടത്തി വന്നിട്ടുണ്ട്. അതെ, പിന്നെ അനിയത്തിയും കൊച്ചു, പിന്നെ ഒരു അനിയൻ രാഹുലി. അങ്ങനെ അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ചോദിക്കട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, കുട്ടികളില്ലേ എന്നൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇല്ല, കുട്ടികളായിട്ടില്ല. ഞങ്ങൾ അതിനു വേണ്ടി ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയതാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ വരെയൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിയതാണ്. ഇവിടെ കിൻഡർ ഹോസ്പിറ്റലിൽ പോയി, അത് കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ഒത്തിരി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. നമ്മുടെ അടുത്തൊരു കമന്റ് ഇട്ടിരിക്കുന്ന ആദിത്യനും അർച്ചനയും എന്തൊക്കെ എവിടം വരെയൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. ആദിത്യൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, സെന്റ് മൈക്കിൾസ് കോളേജിലാണ് പഠിക്കുന്നത്. BBA ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അച്ചിക്കുട്ടിയാണെങ്കിൽ +2 ആണ്. കഴിഞ്ഞ +2 വന്നായിരുന്നു, ഇത്തവണ +2 ആയതേ ഉള്ളു. ജയിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തൊട്ട് തന്നെ കെ കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. നന്നായിട്ട് പടം വരക്കും. അച്ഛന്റെ പടങ്ങൾ, ഈ കാണുന്ന പടം, സൂപ്പർ ഡാൻസ് എല്ലാം. അതെ അതെ, പണ്ട് ക്ലാസിക്ക് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും ഇപ്പൊ എന്ത് ചെയ്താ പറഞ്ഞ കേക്കിയല്ല. ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഇപ്പൊ കൊച്ചു വലുതായി പോയെന്നുള്ള ഒരു ഇതില് ഡാൻസ് കളിക്കുകയല്ല. അതാണ് നമ്മുടെ ഇതില് അടുത്ത കമന്റ് വന്നിരിക്കുന്ന കഴിഞ്ഞ ഇട്ട വീഡിയോയുടെ തന്നെ. അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ പറ്റി വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇട്ടിരിക്കുന്നു ഞങ്ങളുടെ ഇതിന്റെ ബ്രാൻഡ് നെയിം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ബ്രാൻഡ് നെയിം ഓഷ്യൻ ബ്ലൂ എന്നാണ്. ഓഷ്യൻ ബ്ലൂ എന്നാ അങ്ങനെ ഇടാൻ കാരണം, ഞാൻ ആദ്യം നേരത്തെ പോയിക്കൊണ്ടിരുന്ന സൂര്യ ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സെയിലായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് വാരനാടായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ സെയിലായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് അതവിടെ നിർത്തിയപ്പോൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് രണ്ടാമത് തുടങ്ങിയതാണ് ഈ ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഓർത്ത് ഓഷ്യൻ ബ്ലൂ എന്ന് വെച്ചാൽ നല്ലൊരു അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. അതെ, കാരണം നീല സമുദ്രം എന്നാണല്ലോ, അപ്പൊ അതൊരു ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു നെയിം ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട്
നിങ്ങളിത് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണോ എന്നും പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് കണ്ടുകൊണ്ടാണ് വായിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് മറ്റ് ചെയ്യുന്നവരുടേതും എടുക്കുന്നുണ്ട്. ഇവിടെ എന്നിട്ട് പാക്കിംഗ് ഒക്കെ ഞങ്ങൾ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇടുന്നതിനെ പറ്റിയാണ്. ശരിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കണം. അതിന് കാരണം ശരണ്യ തന്നെയാണ് കേട്ടോ. കാരണം ശരണ്യക്ക് ഒരു നിർബന്ധമുണ്ട്. അതെ, കാരണം അതിന് ആദ്യം തന്നെ ചെയ്യുന്നു. ആദ്യം ശരണ്യക്ക് ഡ്രസ്സ് എടുക്കും, എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ കളകളി ഈ ഉടുപ്പുമായിട്ട് തന്നു ഈ കളർ കിട്ടുമോ ഈ കളർ കിട്ടുമോ എന്ന് പറഞ്ഞു ശരണ്യ തന്നെ കൂട്ടത്തിൽ വന്ന് ചെയ്തോളൂ. അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഒരുപോലത്തെയൊക്കെ ഡ്രസ്സ് എടുക്കുന്നത്. അതെ, ഞങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ കുറവാണ് കേട്ടോ. അത് കാരണം ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വീഡിയോ. അതുപോലെ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇടുന്ന കമൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ? അതെ. അപ്പൊ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ഞങ്ങൾ പിന്നെ ശരി.